സെൻട്രൽ ഏഷ്യയിൽ 5ഓളം ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. നിങ്ങൾ കേട്ട് കാണും, നിങ്ങൾക്കറിയാം. പല മലയാളികൾ അവിടെ ടൂറുമായിട്ട് ട്രാവൽ ചെയ്യുന്നവരാണ്. അസർബൈജാൻ, കസക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ. ഇപ്പം ഈ 5ഓളം രാജ്യങ്ങളെന്ന് പറയുന്നത് കിർഗിസ്ഥാൻ. ഈ 5ഓളം രാജ്യങ്ങളെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇസ്ലാമിക രാജ്യങ്ങളാണ്. അപ്പം നേരത്തെ ഇത് പഴയ സോവിയറ്റ് റഷ്യയുടെ ഭാഗങ്ങളായിരുന്നു. അപ്പം സുന്നി ഇസ്ലാമിൽ അതിൻ്റെ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ കുറച്ചധികം ഷിയ വിശ്വാസികളുള്ളത്. ഈ രാജ്യങ്ങളെല്ലാം അവസാനം തുർക്ക്മെനിസ്ഥാൻ ഒരു തീരുമാനമെടുത്തു. അവർ നിക്കാബ്, അതായത് മുഖം മൂടി ഇടുന്ന സാധനം പെണ്ണുങ്ങളിടുന്ന ഇസ്ലാമിക വിശ്വാസികൾ പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും ഇടുന്നത് പബ്ലിക്കിൽ അത് ബാൻ ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൻ്റെയൊക്കെ ശിക്ഷ നിങ്ങൾ ആ ഗ്രാഫിക്സിൽ നോക്കിയാൽ മനസ്സിലാകും ഏത് രീതിയിലുള്ള ശിക്ഷയാണ് അവർക്ക് കൊടുക്കുന്നത്. അതായത് സ്കൂളുകളിൽ ഈ തലയിലിടുന്ന, കേരളത്തിൽ വലിയ പ്രശ്നമില്ലയോ, ഇന്ത്യ വലിയ പ്രശ്നമില്ലയോ, അവിടെ ഹിജാബ് ബാൻ ചെയ്തേക്കുവാണ് സ്കൂളുകളിൽ. കറക്റ്റായിട്ട് യൂണിഫോം ഇട്ടാണ്. ചില സ്ഥലങ്ങളിൽ പർദ്ദ ബാൻ ചെയ്തേക്കുവാണ്. കേരളത്തിലൊക്കെ ഇട്ട് നടക്കുന്ന ഈ പർദ്ദയില്ലേ, കറുപ്പും ഈ ചാക്ക്, ആ സാധനം ബാൻ ചെയ്തു. എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങൾ ഇത്ര ശക്തമായ രീതിയിൽ ഇസ്ലാമിക വസ്ത്രങ്ങൾ, അതായത് അവരുടെ ആത്മീയ വസ്ത്രം എന്നാണ് ഇവർ പറയുന്നത്, എന്തുകൊണ്ടാണ് ബാൻ ചെയ്തേക്കുന്നത്? ഇത് സ്റ്റഡി ചെയ്യേണ്ട വിഷയമാണ്. കേരളത്തിലെ സുഡാപ്പികളും ഈ വിഷയം പഠിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവരിത് ബാൻ ചെയ്തത്? അതിനകത്ത് ചില കാര്യങ്ങൾ ഗവൺമെൻറ് പറയുന്നത്, അതായത് 5ഓളം സെൻട്രൽ ഏഷ്യൻ ഇസ്ലാമിക രാജ്യങ്ങൾ പറയുന്നത്, ഈ രാജ്യങ്ങളിലൊക്കെ മത തീവ്രവാദം കൂടുന്നു. ചില സ്കൂളുകളിൽ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇസ്ലാമിക് സ്റ്റഡീസ് ബാൻ ചെയ്തേക്കുവാണ്. നിങ്ങളിതൊക്കെ ഗൂഗിളിലൊക്കെ പോയി സെർച്ച് ചെയ്താൽ മനസ്സിലാക്കും. ഇസ്ലാമിക സാധനം ഇവിടെ പഠിപ്പിക്കേണ്ട ചില സ്കൂളുകളിൽ, ഇസ്ലാമിക രാജ്യങ്ങളിൽ. അവരുടെ കൾച്ചറിൽ പോയാൽ മതി. എങ്ങനെയായിരുന്നു ആ രാജ്യത്തിൻ്റെ പഴയ കൾച്ചർ, ആ കൾച്ചറിൽ പോവുക. ഇസ്ലാമിക് സ്റ്റഡീസ് ഇവിടെ വേണ്ട. അവരോടൊക്കെ പറയുന്ന മതേതരത്വം തിരിച്ചു കൊണ്ടുവരണം. അതായത് കാഫിർ വേണ്ട. ഇത് 5 രാജ്യങ്ങളിലും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് മറ്റുള്ള മതങ്ങളെ ബഹുമാനിച്ചോണം, ആ വിശ്വാസികളെ ബഹുമാനിച്ചോണം, അതേ മതേതരത്തെ രീതിയിൽ പൊയ്ക്കോണം. അപ്പോൾ ഈ സുഡാപ്പികളും കേരളത്തിലുള്ള ഇസ്ലാമിക വിശ്വാസികളും ഉസ്താദന്മാരും മനസ്സിലാക്കണം. നിങ്ങൾ പോയി സ്റ്റഡി ചെയ്യണം ഈ സംഭവം എന്തുകൊണ്ടാണ് കൊണ്ടുവന്നതെന്ന്. കാരണം അവരുടെ ഉള്ളിലൊക്കെ ഈ പറയുന്ന മത തീവ്രത കൂടുന്നു. എന്താ അതിൻ്റെ റീസൺ എന്ന് പറയാം? അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഈ പറയുന്ന ഫുൾ കവർ ചെയ്യുന്ന സാധനങ്ങളും ഇതേപോലെയുള്ള ഡ്രസ്സുകളും കാണുമ്പോൾ അവർക്ക് മത തീവ്രത വീണ്ടും വർദ്ധിക്കുന്നു. അവിടുത്തെ സ്റ്റഡീസിലായി പറയുന്നത്, അല്ലാതെ അമേരിക്ക നടത്തിയ സ്റ്റഡി ഒന്നുമല്ല. ആ ഗവൺമെൻറ് ഇസ്ലാമിക രാജ്യങ്ങളിലെ ഗവൺമെൻറ് നടത്തിയ സ്റ്റഡിയിലാണ് പറയുന്നത്. ഇനി അറിയാൻ സാധിക്കുന്നു ഈ പറയാൻ 5ഓളം ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യം എന്നുള്ള പേരും മാറ്റാൻ പോവുക. കാരണം ആ രീതിയിൽ ഇനി അവർക്ക് അറിയണ്ട, അല്ലെങ്കിൽ ആ രാജ്യം ഇനി ഫർദർ മുന്നോട്ട് പോകില്ല. ഇതിനകത്തൊക്കെ കാരണങ്ങൾ എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് പല രാജ്യങ്ങളിലും പോകാറുണ്ട്. ഇപ്പോൾ റഷ്യയിലെ കാര്യം ഞാൻ പറഞ്ഞു നേരത്തെ ഒരു വീഡിയോയിൽ. ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് റഷ്യയിൽ ഈ ലേബറായിട്ടൊക്കെ പോകുന്ന മോസ്കോയിലൊക്കെ വലിയ പ്രശ്നമായി. അപ്പം അവിടെ പോയിട്ടും അവിടെയും പ്രശ്നം ഉണ്ടാക്കിയത്. അവിടെ സ്കൂളുകളിലും മറ്റുള്ളിടത്തൊക്കെ പോയിട്ട് ഇസ്ലാമിക ലൈഫ് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിൻ്റെ പേരിൽ അവിടെ മോസ്കോയിൽ പ്രശ്നമായി. അതായത് പുട്ടിൻ്റെ സ്വന്തം പാർട്ടിക്കാരും അയാളുടെ ഏറ്റവും കൂടുതൽ ലോയാലിസ്റ്റ് അവിടെ ഭയങ്കര പ്രകടനമായി. അതായത് ഈമാരെ ഇവിടുന്ന് ഓടിക്കണം, ഇവിടെ പറ്റില്ല. അപ്പം അതിൻ്റെ പേരിൽ അവിടെ നിർബന്ധമായിട്ടും ഈ പറയുന്ന പർദ്ദ ധരിച്ചിട്ട് നിർബന്ധമായിട്ട് ഊരിപ്പിക്കുവാണ് മോസ്കോയിൽ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അതും ധരിച്ചുകൊണ്ട് നടക്കണ്ടേ? ആ മോസ്കോ തെരുവിൽ കൂടി ഈ സാധനം ധരിച്ചുകൊണ്ട് നടക്കണ്ട. ഇത് പലയിടത്തും റിപ്പോർട്ട് ചെയ്തു. കാരണം മോസ്കോയിൽ ഈ യുദ്ധം നടക്കുന്നതിൽ ഭയങ്കര സെൻസറിങ് ആയിട്ട് പുറത്ത് വരുന്നില്ല. പക്ഷെ അവിടുത്തെ വ്ളോഗേഴ്സ് ഇത് ഇഷ്ടംപോലെ വ്ളോഗുകൾ വരുന്നുണ്ട്. അപ്പം അതിൻ്റെയും കൂടി ഒരു ഭാഗമാണ് ഈ പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായിട്ടുള്ള 5ഓളം ഇസ്ലാമിക റിപ്പബ്ലിക്ക്, അതായത് ഇസ്ലാമിക രാജ്യങ്ങൾ ഈ സാധനം വേണ്ട. കാരണം ഗ്രാജുവലി നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന 5ഓളം ഇസ്ലാമിക രാജ്യങ്ങൾ
അവിടെ ഇസ്ലാം എന്ന് പറയുന്ന സംഭവം ഗ്രാജ്വലി ഇല്ലാതാക്കിയിട്ട് അത് കംപ്ലീറ്റ് സെക്കുലർ ആക്കാൻ ശ്രമിക്കുകയാണ്. മതപഠനം വേണ്ട എന്ന് വെച്ചു സ്കൂളുകളിൽ. കൊച്ചുകുട്ടികളെ മതം പഠിപ്പിക്കേണ്ട, കാരണം അവരിലോട്ട് ഈ തീവ്രവാദം കയറി പോവുകയാണ്. അവിടുന്ന് പല ആൾക്കാരും തീവ്രവാദികളായിട്ട് പൊട്ടാനും ക്രാപ്പിനും ഒക്കെ പോകുന്നു. അത് ഇത് മനസ്സിലാക്കണം. എന്തോ അതിൻ്റെ ഇഷ്യൂ, ഇത് എവിടെ ചെന്ന് ഈ സാധനം നിൽക്കും? അതാണ് അടുത്ത ചോദ്യം. കാരണം ഈ രാജ്യത്തിൻ്റെയൊക്കെ നിലനിൽപ്പ് പ്രശ്നമായി. അതേപോലെ മറ്റ് പല നിയമങ്ങളും കൊണ്ടുപോകുന്നില്ല, പക്ഷെ അത് പുറത്ത് പറയുന്നില്ല. കാരണം ഇത് പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. ഈ സാധനം നിക്കാബിൻ്റെ കാര്യം ചിലയിടത്ത് പർദ പറ്റത്തില്ല, സ്കൂളുകളിലും കോളേജുകളിലും നിർബന്ധമായിട്ടും ഹിജാബ് പറ്റത്തില്ല, തലയിലിടുന്ന ആ തുണി പറ്റത്തില്ല. അതേപോലെ തന്നെ ഈ ചെറുപ്പത്തിലുള്ള പഠനം അത് പാടില്ല. പലയിടത്തും അവിടുത്തെ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന പല ഡിസ്ട്രിക്റ്റിലും പല റീജിയനിലും നിങ്ങൾക്ക് ആ നിയമം കൊണ്ടുവരാം. ഒരു കാരണവശാലും ഇസ്ലാമിനെ ഇടിച്ചു കയറ്റരുത്, അതിനെ മാറ്റി നിർത്തുക. ഇതിൻ്റെയൊക്കെ ആദ്യത്തെ തുടക്കമെന്ന് പറയുന്നത് ഇന്തോനേഷ്യയാണ്. കാരണം ഇസ്ലാമിക രാജ്യമാണ്. കാരണം അവരാണ് ഇത് മോഡേണൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാരണം ആ രാജ്യത്തും ഇഷ്ടംപോലെ ബോംബുകളും ബ്ലാസ്റ്റുകളും സ്വന്തം ആൾക്കാരെ ബോംബ് പൊട്ടിച്ച് കൊല്ലുക. ഇവിടെയും വലിയ ഇഷ്യൂ ആയി. കാരണം ഈ രാജ്യമൊക്കെ എക്കോണമി ഗ്രോത്ത് എന്നൊക്കെ പറയുന്നത് അത് ഇസ്ലാമി മാത്രം നിൽക്കുന്നതല്ല. ഇവർക്കും ഈ ഗ്ലോബലായിട്ടുള്ള ആൾക്കാർ, ടൂറിസം ഒക്കെ ആൾക്കാർ വരണം. കാരണം അവരുടെ എക്കോണമിയെ ബാധിക്കാൻ തുടങ്ങി ഈ തീവ്രമായ ഇസ്ലാം എന്ന് പറയുന്നത്. കാരണം അവിടുത്തെ ജനങ്ങൾ ആ രീതിയിൽ പെരുമാറാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂളുകളിൽ നിന്ന് ഓരോ സ്കൂളുകൾ പബ്ലിക് ഇവിടെ നിന്നൊക്കെ ഈ സാധനത്തെ മാറ്റുന്നത്. പ്രായമുള്ളവർ പോലും അനുസരിച്ചിരിക്കണം. ഇത് ശിക്ഷയെന്ന് പറഞ്ഞാൽ അതിക്രൂരമായ ശിക്ഷയാണ്. ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരാണ് അവരുടെ ശമ്പളത്തിൻ്റെ പകുതി. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഹിജാബ് ഇട്ടുകൊണ്ട് ആ കുട്ടികൾക്കും അവരുടെ ബന്ധുക്കൾക്കും ചേട്ടനനിയന്മാർക്കും അവർക്ക് പിന്നെ ആ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കില്ല. പിന്നെ ഏകദേശം 8-9 വർഷം പിടിച്ച് അകത്തിടും, ജയിലിനകത്തിടും. ആലോചിച്ച് നോക്കുക, കേരളത്തിലെ സുഡാപ്പികൾ നിരക്ക് കിട്ടിയ ഒരു അബദ്ധം. എന്തുകൊണ്ടാണ് ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള അവിടുത്തെ ഭരണകർത്താക്കൾ ഇങ്ങനൊരു നിയമം കൊണ്ടുവരുന്നത്? നിങ്ങൾ ഈ കേരളത്തിൽ, ഇന്ത്യയിലല്ലേ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? നിങ്ങൾ ഈ സൗദി പോയി ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഈ ചില മിഡിൽ ഈസ്റ്റ് ചില രാജ്യം, നിങ്ങൾക്ക് യമനിൽ പോയി ചെയ്യാൻ പറ്റും, ഗാസയിൽ പോയി ചെയ്യാൻ പറ്റും, ഇറാനിൽ ഇപ്പം ചെയ്യാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ കഴിയുമ്പോൾ അതും മാറും. എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്? ഈ രാജ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലായി ഈ മതവുമായിട്ട് ബന്ധപ്പെട്ട മത തീവ്രത എന്ന് പറയുന്നത് ആ രാജ്യത്തെ, ആ ലോകത്തെ നശിപ്പിക്കുകയാണ്. കാരണം ലോകം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ ഇതിനെ വേണ്ട എന്ന് വെച്ചത്. ഇനി വരാനുള്ള 4-5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോണം, ഈ രാജ്യങ്ങളൊന്നും ഇസ്ലാമിക രാജ്യങ്ങളല്ലാതായി മാറും. അവിടെ അറിയാൻ സാധിക്കുന്ന ഒരു CBN എന്നും പറഞ്ഞ ക്രിസ്ത്യൻ വീക്കിലി വായിച്ചു കഴിയുമ്പം അവിടെ ഭരണകർത്താക്കൾ ക്രിസ്ത്യൻ ആൾക്കാരോട് പറയാൻ, നിങ്ങളിവിടെ വന്ന് ഗോസ്പല് പറയാൻ, അങ്ങനെയെങ്കിലും ജനങ്ങൾ ഇത് പഠിക്കട്ടെ. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞ ഈ രാജ്യവും ഈ നാടും ഇല്ലാതാ. അത് കേരളത്തിലെ സുഡാപ്പികൾ മനസ്സിലാക്കുക. അതായത് ഇസ്ലാമിക ഭരണകൂടം പറയുന്നു ക്രിസ്ത്യൻ മിഷണറിയോട് വന്ന് ഇവരോട് സുവിശേഷം പറയാൻ, എന്നിട്ടെങ്കിലും അവർക്ക് ബോധം കിട്ടുന്നത്. ഈ രീതിയിലോട്ടാണ് ഈ ലോകം പോകുന്നത്. അവിടെയാണ് നിങ്ങൾ താലിബാനും സ്നേഹിക്കുന്നവരും, മിനി പാകിസ്ഥാനെ സ്നേഹിക്കുന്നവരും, തീവ്രവാദത്തെ സ്നേഹിക്കുന്നവരും, ബോംബ് സ്നേഹിക്കുന്നവരും ഒക്കെ വന്നിരിക്കുന്നു. നിങ്ങൾ അടുത്ത കണക്കറിയോ? വേറെ ISIS ബന്ധപ്പെട്ട്, ഇസ്ലാമിക ടെററിസവുമായിട്ട് ബന്ധപ്പെട്ട് എത്ര പേരാണ് ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് പോയേക്കുന്നത്? അവർ പോയവരധികം തിരിച്ചു വന്നിട്ടില്ല. അതെല്ലാം ഈ മത തീവ്രതയുടെ ഭാഗമായിരുന്നു. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവിടെ ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. ചിലയിടത്തൊക്കെ ഡിക്റ്റേറ്റേഴ്സ് അവരും പറഞ്ഞു അവർക്ക് ഇത് പറ്റത്തില്ല. അതായത് വരാൻ പോകുന്ന സമയത്ത് നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലും കിർഗിസ്ഥാനിലും അസർബൈജാനിലും തുർക്ക്മെനിസ്ഥാനിലും ഇവിടെയൊക്കെ പോകുന്നവർക്ക് അവിടെ ഇസ്ലാമിക ചിഹ്നങ്ങൾ പോലും വരാനുള്ള സമയത്ത് കാണില്ല. ആ രീതിയിലുള്ള നീക്കങ്ങളാണ് അവിടുത്തെ ഗവൺമെൻറ്റുകൾ ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം അവർക്കിതിനെ കൊണ്ട് പൊറുതി മുട്ടി. കാരണം ആ രാജ്യത്തെ, ആ സംസ്കാരത്തെ മുഴുവനും നശിപ്പിക്കുകയാണ് ഈ മത തീവ്രവാദികൾ. ഏതായാലും അവർക്ക് എല്ലാ രീതിയിലുള്ള ആശംസകൾ നേരുന്നു.